ശരീഅത്തിൽ വ്യത്യാസങ്ങളൊക്കെ ഉണ്ട്. അത് ഓരോ കാലഘട്ടത്തിലും ആ കാലഘട്ടത്തിന് അനുയോജ്യമായ ശരീഅത്തുകളാണ് അള്ളാഹു പല അമ്പിയാക്കന്മാർക്കും നൽകിയിട്ടുള്ളത്. ആ അമ്പിയാക്കന്മാരുടെ കാലഘട്ടത്തോടു കൂടിയോ അല്ലെങ്കിൽ ആ അമ്പിയാക്കന്മാരുടെ കാലഘട്ടത്തിന് ശേഷം കുറഞ്ഞ കാലഘട്ടമോ ആ ശരീഅത്തുകൾ നിലകൊള്ളും. അത്ര നിലകൊള്ളാൻ അവകാശമുള്ളൂ. അതിൻ്റെ ശേഷം ആ ശരീഅത്തിനെ ദുർബലമാക്കപ്പെടുന്ന അങ്ങനെയാണ് പല അമ്പിയാക്കന്മാരെ ശരീഅത്ത് നമ്മൾ പരിശോധിച്ച് നോക്കിയാൽ അവരെ കാലഘട്ടത്തോടു കൂടി അതിന് ദുർബലമാക്കപ്പെട്ടിട്ടുണ്ട്. അല്ലെങ്കിൽ അവരെ കാലഘട്ടത്തിന് ശേഷം പിന്നെ വന്ന് ചില നബിമാരുടെ കാലഘട്ടത്തിലോ അല്ലെങ്കിൽ അവരെ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന നബിമാരുടെ കാലഘട്ടത്തിലൊക്കെ അത് പ്രായോഗികമായിരിക്കും. അതിന് ശേഷം ആ ശരീഅത്തിന് ദുർബലമാക്കപ്പെടും. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ശരീഅത്ത് അങ്ങനെയല്ല. മുൻകഴിഞ്ഞ അമ്പിയാക്കന്മാരുടെ തുടർച്ച തന്നെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. അവർ വിശ്വാസപരമായി ഇവിടെ കൈകാര്യം ചെയ്തതൊക്കെ റസൂലുള്ളാഹിയും കൈകാര്യം ചെയ്തുകൊണ്ടേയിരിക്കും. പക്ഷേ ശരീഅത്തിൽ ചില വ്യത്യാസങ്ങളുണ്ട്. വതമ്മത്ത് കലിമത്തു റബ്ബിക സിദ്ഖൻ വഅദ്ലാണ്. പൂർണ്ണമായ വളരെ സത്യസന്ധമായ നീതിപൂർവമുള്ള ഒരു ശരീഅത്താണ് നബിയെ തങ്ങളിലേക്ക് അള്ളാഹു അവതരിപ്പിച്ചിട്ടുള്ളത് എന്ന് അള്ളാഹു റസൂലുള്ളാഹിയിലേക്ക് അവതരിപ്പിച്ച ഈ ശരീഅത്തിനെ സംബന്ധിച്ച് അള്ളാഹു അതിൽ വിശേഷിപ്പിച്ചത് പൂർണ്ണമായ ശരീഅത്ത് എന്ന്. സത്യസന്ധമായ ശരീഅത്ത്, അത് നീതിപൂർവമായ ശരീഅത്ത്, എല്ലാ കാലഘട്ടത്തിലും പ്രായോഗികമാവുന്ന ഒരു ശരീഅത്ത്. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ ഏത് കാലഘട്ടത്തിലും പ്രായോഗികമാവുന്ന ഒരു ശരീഅത്തുമായിട്ട് ഇവിടെ വന്നു. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ശേഷം പിന്നെ നബിമാർ ഇവിടെ ഉണ്ടാവേണ്ട ആവശ്യമില്ല എന്ന് പറയാൻ കാരണം. ഒരു നബി വന്നും കൊണ്ട് ഒരു ശരീഅത്തായിട്ട് വരേണ്ട ആവശ്യമില്ല. പക്ഷേ നബിയുടെ ശരീഅത്ത് ഖിയാമത്ത് നാൾ വരെ അത് ഇവിടെ നിലനിൽക്കണം. അതാണ് ഇന്നാ നഹ്നു നസ്സൽന ദിക്ർ, ഈ ശരീഅത്തിനെ നമ്മൾ ഇവിടെ അവതരിപ്പിച്ചു നബിയെ തങ്ങളിലേക്ക്. വഇന്നാ ലഹു ലഹാഫിളൂൻ, അത് നിലനിൽക്കേണ്ട കാലം വരെ അത് നിലനിൽക്കാൻ ആവശ്യമാവുന്ന അതിൻ്റെ സംവിധാനങ്ങൾ നമ്മൾ ഒരുക്കിക്കൊണ്ടിരിക്കും. അതിന് വേണ്ട മാനദണ്ഡങ്ങളൊക്കെ നമ്മൾ നിശ്ചയിച്ചിട്ടുണ്ട്, വിശുദ്ധ ഖുർആനിൽ കൂടിയും തിരുസുന്നത്തിൽ കൂടിയും. ആ മാനദണ്ഡങ്ങളുടെ അടിസ്ഥാനത്തിൽ മാത്രമേ ഈ ശരീഅത്തിനെ മനസ്സിലാക്കാൻ പാടുള്ളൂ. അതാണ് ഇന്നാ നഹ്നു നസ്സൽന ദിക്ർ വഇന്നാ ലഹു ലഹാഫിളൂൻ. അപ്പോൾ ഓരോ കാലഘട്ടത്തിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലഘട്ടം, സഹാബത്തിൻ്റെ കാലഘട്ടം, താബീങ്ങൾ, അങ്ങനെ കഴിഞ്ഞു പോയ ഓരോ കാലഘട്ടത്തിലും ഈ വിശുദ്ധമാവുന്ന ശരീഅത്ത് റസൂലുള്ളാഹിയിലേക്ക് അവതരിപ്പിക്കപ്പെട്ട ഈ ശരീഅത്ത് അതിനെ എൻ്റെ ഒരു വള്ളിക്കും പുള്ളിക്കും ഒരു നിലക്കുള്ള തകരാറും സംഭവിക്കപ്പെടാത്ത നിലക്ക് ആ ഓരോ കാലഘട്ടത്തിലുള്ള മഹാന്മാർ അതിനെ കാത്തു സൂക്ഷിച്ചു. ആ മഹാന്മാർ കാത്തു സൂക്ഷിച്ചു എന്ന് പറഞ്ഞാൽ അവർ അതിനെ ആ കാലഘട്ടത്തിൽ ശ്രദ്ധിച്ചു എന്ന് മാത്രമല്ല, അതിൻ്റെ ശരിയായ രൂപത്തിൽ കൂടി അവരെ പിൻതലമുറക്കാർക്ക് അതിനെ കൈമാറ്റം ചെയ്യുകയും ചെയ്തു. അതാണ് അവർ ചെയ്തത്. ശരീഅത്തിന് അതിന് ആവശ്യമാവുന്ന സംരക്ഷണങ്ങൾ അവർ ഏർപ്പെടുത്തി അവരെ കാലഘട്ടത്തോട് കൂടി എന്തെങ്കിലും ആയിക്കോട്ടെ എന്നല്ല അവർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ശേഷം സഹാബത്ത് ചെയ്തതെന്ന്. ഈ വിശുദ്ധമായ ശരീഅത്ത് അവരുടെ ശിഷ്യന്മാരാവുന്ന താബീങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുത്തു. അവരെ ശിഷ്യന്മാർക്ക് അപ്പോൾ വളരെ വിശുദ്ധമായ ഒരു പരമ്പര, ആ പരമ്പരയിൽ കൂടിയാണ് ഈ ശരീഅത്തിനെ മനസ്സിലാക്കേണ്ടതെന്നാണ്. അതിനെ മനസ്സിലാക്കാൻ ചില മാനദണ്ഡങ്ങളുണ്ട്. ആ മാനദണ്ഡങ്ങൾ സ്വയം മനസ്സിലാക്കേണ്ടതല്ല, ആ മാനദണ്ഡങ്ങളെ നമ്മൾ സ്വയം വ്യാഖ്യാനിക്കേണ്ടതുമല്ല. അതിന് വിശുദ്ധമാവുന്ന പരമ്പരയിൽ കൂടിയാണ് അതിനെ മനസ്സിലാക്കേണ്ടത്. അപ്പം അതുകൊണ്ടാണ് സമസ്ത കേരള ജമിയത്തുൽ ഉലമ ഏറ്റവും അധികം നമ്മൾ പ്രാധാന്യം നൽകുന്നത് മഹത്തുക്കളാവുന്ന നമ്മളെ മുൻഗാമികളാവുന്ന മശായിഖന്മാർ. അവർ വിശുദ്ധരാണ്, വിശുദ്ധമാവുന്നതായ പാരമ്പര്യമാണ് അവരുടെ കയ്യിലുള്ളത്. അവർ മനസ്സിലാക്കി തന്നതാണ് ദീന്. അവർ മനസ്സിലാക്കി തന്നതുപോലെ മാത്രമേ ദീൻ നമ്മൾ മനസ്സിലാക്കാൻ പാടുള്ളൂ. വിശുദ്ധ ഖുർആനെയും തിരുസുന്നത്തിനെയും നമ്മൾ അതിലേക്ക് കയറി കൊണ്ടിട്ട് ആ ആയത്തുകളെയും ഹദീസുകളെയും നമ്മൾ സ്വയം മനസ്സിലാക്കേണ്ടവരല്ല. അതിനാണ് ചില മാനദണ്ഡങ്ങൾ അള്ളാഹുവിൻ്റെ റസൂലൊക്കെ നിർദ്ദേശിച്ചിട്ടുള്ളത്. മഹാനാവുന്ന ശൈഖുനാ ശംസുൽ ഉലമാ ഖദ്ദസല്ലാഹു അവരെ ക്ലാസ്സുകളിൽ ഞങ്ങളോടൊക്കെ എപ്പോഴും പറയാറുണ്ട്. ക്ലാസ്സിൽ പറയാമെന്ന് മാത്രമല്ല, അവർ സ്വയമായി ഉപദേശിക്കുന്ന ഉപദേശത്തിലും അവർ പറയാറുണ്ട്. ഇവിടെ നമ്മളെ മുൻഗാമികൾ ചെയ്തു പോന്നിരുന്ന ദീനിയായ കാര്യങ്ങൾ
ആ കാര്യങ്ങൾക്ക് നമ്മൾ ലക്ഷ്യം നോക്കിയിട്ട് കണ്ടിട്ടില്ല എന്ന് വെക്കുക, എന്നാൽ അതിന് നമ്മൾ എതിർക്കാൻ പാടുള്ളതല്ല. കാരണം അത് ലക്ഷ്യം മുഖേന മനസ്സിലാക്കിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് അവരങ്ങനെ ചെയ്തിട്ടുണ്ടാവുക. അവർ ചെയ്യുന്നതിന് എതിരായിട്ട് നമ്മൾ ചില ലക്ഷ്യങ്ങൾ കണ്ടാൽ ആ ലക്ഷ്യങ്ങളനുസരിച്ച് അതിനെ എതിർക്കാനും പാടുള്ളതല്ല. നമ്മൾ കണ്ട ലക്ഷ്യങ്ങൾ അവരും മനസ്സിലാക്കിയതായിരിക്കും. ആ ലക്ഷ്യങ്ങൾക്കുള്ള മറുപടി അവർ കണ്ടിട്ടുണ്ടാവും. മഹാനാവുന്ന ഇമാം ഷാഫി തങ്ങൾ പറഞ്ഞില്ലേ, ഇതാ സഹൽ ഹദീസ് പോകും മദ്ഹബി, സഹിയായ ഹദീസിന്റെ മേൽ മാത്രമാണ് എൻ്റെ മദ്ഹബിനെ ഞാൻ ഇവിടെ സ്ഥാപിച്ചിട്ടുള്ളത്. അങ്ങനെ അല്ലാതെ വല്ലതും എൻ്റെ മദ്ഹബിൽ നിങ്ങൾ കാണപ്പെട്ടാൽ വത്റുഖൂ ഖൗലി, എൻ്റെ വാക്ക് ഉപേക്ഷിച്ചോളി എന്ന് പറഞ്ഞാൽ അങ്ങനെ ഉപേക്ഷിക്കപ്പെടേണ്ട ഒന്നും ഉണ്ടാകൂല. കാരണം എല്ലാ സഹിയായ ഹദീസുകളെയും ഞാൻ കണ്ട് അതിൽ നിന്ന് ഞാൻ ഇപ്പോൾ കണ്ടില്ലേ, ഗുഹ്യസ്ഥാനം തൊട്ടാൽ ഒതു മുറിയുന്ന നമ്മളെ മദ്ഹബിൽ. അബൂ ഹനീഫ ഇമാമിൻ്റെ മദ്ഹബ് എന്താ? ഗുഹ്യസ്ഥാനം തൊട്ടാൽ ഒതു മുറിയില്ല എന്നാണ്. രണ്ടിനും ഹദീസുകൾ തന്നെയാണ്. പക്ഷെ തൊട്ടാൽ ഒതു മുറിയില്ല എന്നുള്ള ഹദീസ് ഇമാം ഷാഫി തങ്ങൾ കാണാത്തത് കൊണ്ടല്ല. ആ ഹദീസിനെ പറ്റി ഇമാം ഷാഫി തങ്ങൾ പഠനം നടത്തി. അപ്പം ആ ഹദീസിനേക്കാൾ തൊട്ടാൽ ഒതു മുറിയെന്നുള്ള ഹദീസിലേക്കാണ് മുൻഗണന കൊടുക്കേണ്ടതെന്ന് മനസ്സിലാക്കി. അപ്പോൾ മറ്റ് സഹിയായ ഹദീസുകളൊന്നും ഞാൻ കണ്ടിട്ടില്ല എന്നല്ല, മദ്ഹബിലൊരു അഭിപ്രായം പറയുമ്പോൾ അതിനോട് ബന്ധപ്പെട്ടതായ സർവ്വ ഹദീസുകളിലേക്കും മഹാൻ ഇമാം ഷാഫി തങ്ങൾക്കുള്ള കണ്ണ് അതിലേക്കൊക്കെ എത്തിയിട്ടുണ്ട്. അപ്പം ആ നിലക്ക് പറഞ്ഞതല്ല, ഇത് സഹിയായ വല്ല ഹദീസുണ്ടെങ്കിൽ നിങ്ങളെ നോക്കി നിങ്ങൾക്ക് ഇഷ്ടമുള്ളതാണ് ഞാൻ പറഞ്ഞതിന് എതിർത്തോളി എന്നല്ല പറഞ്ഞതിൻ്റെ അർത്ഥം. ഞാൻ പറഞ്ഞതൊക്കെ ഏത് മദ്ഹബിൽ ഞാൻ ദലീലായി ഹുക്കുമായി പറയണ എന്നെനിക്കും അത് സഹിയാവുന്ന ഹദീസിൻ്റെയോ അല്ലെങ്കിൽ ഖുർആൻ്റെയോ പ്രാബല്യത്തിലായിരിക്കും. അങ്ങനെ അല്ലാതെ വല്ല സഹിയായ ഹദീസുകൾ കണ്ടാൽ ആ ഹദീസിനെയാണ് തർജീഹ് ചെയ്യപ്പെടേണ്ടതെന്നുള്ള അഭിപ്രായം നിങ്ങൾക്കാർക്കെങ്കിലും ഉണ്ടെങ്കിൽ എന്നാണ് പറയണത്. അത് മഹാൻ നമ്മളോടല്ല പറയണത്. ആ നിലക്കുള്ള മുജിത്തഹീദീങ്ങൾ ഉണ്ടെങ്കിൽ അവർക്ക് ഒരു മുജിത്തഹീദിക്ക് മറ്റൊരു മുജിത്തഹീദിനെ തഖ്ലീദ് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പം എൻ്റെ അഭിപ്രായങ്ങൾ വിട്ടോളി. മഹാനാവുന്ന ഉമർ ബിൻ ഖത്താബ് തങ്ങൾ അവർ എല്ലാ ഖുതുബയിലും 2 വരി പദ്യങ്ങൾ ചെല്ലാറുണ്ടായി. അത് പദ്യം എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും നാടൻപാട്ട് പാടുകയെന്നല്ല, ആഖിറത്തിനെ പറ്റിയും മറ്റൊക്കെ ഉത്ബോധനം നടത്തുന്ന 2 വരികൾ. മഹാനാവുന്ന ഉമർ ബിൻ ഖത്താബ് തങ്ങൾ അവരെ ഖുതുബയിലൊക്കെ അവർ 2 വരികൾ പാടും. ഈ ആഴ്ച പാടിയ ഈ വരി തന്നെ എനിക്ക് അടുത്ത ഖുതുബയിലും എല്ലാ ഖുതുബയിലും ഈ 2 വരികൾ മാത്രം. അത് മഹാന്മാരാവുന്ന സഹാബത്തിൻ്റെ മുന്നിൽ നിന്നിട്ടാണ് ബഹുമാനപ്പെട്ടവർ ആ 2 വരികൾ പാടുന്നത്. അത് ചില മുജ്തഹിദീങ്ങളാവുന്ന അയിമ്മത്തിൻ്റെ അഭിപ്രായ പ്രകാരം ഖുതുബയിൽ പദ്യം ഉപയോഗിക്കാൻ പാടില്ല എന്നാണ്. ഷിഅർ അത് ഖുതുബയിൽ പാടൽ കറാഹത്താണെന്ന്. നമ്മളെ മദ്ഹബും അങ്ങനെ തന്നെയാണ്, ഇമാം ഷാഫി തങ്ങളെ മദ്ഹബും അങ്ങനെ തന്നെയാണ്. അപ്പം അതിന് ഫിഖ്ഹിന്റെ കിതാബുകളിലൊക്കെ നമ്മൾ നോക്കിയാൽ കാണും, വകാനു യസ്മഊന അൽ ഖറാഅത്തി, മറ്റുള്ളവർ കറാഹത്തിന് മേൽ മുസാമഹത്ത് ചെയ്യുമെന്ന് പറഞ്ഞാൽ കറാഹത്ത് ആരെയും ചെയ്താൽ ചെയ്തോട്ടെ എന്ന് പറഞ്ഞു എന്നല്ല അതിൻ്റെ അർത്ഥം. ഇവരെടുത്ത് കറാഹത്താവുന്ന ചില സംഗതികൾ അതുപോലുള്ള മറ്റൊരു മുജ്തഹിദാവുന്ന ഇമാമിൻ്റെ അടുത്ത് കറാഹത്തല്ല. അപ്പം കറാഹത്തല്ല എന്ന് അദ്ദേഹത്തിൻ്റെ ഇജ്തിഹാദ് പ്രകാരം അദ്ദേഹം മനസ്സിലാക്കിയതുകൊണ്ട് ചെയ്തത്, നമ്മളെടുത്ത് അത് കറാഹത്താണെങ്കിലും അവരങ്ങനെ ചെയ്തോട്ടെ എന്നുള്ളതൽക്ക് സഹാബത്തൊന്നും പറയില്ല എന്നാ പറഞ്ഞതിൻ്റെ അർത്ഥം. അപ്പോൾ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിൻ്റെ മദ്ഹബ് അങ്ങനെയായിരുന്നു. ആ മൂപ്പര മദ്ഹബിൽ, കാരണം മദ്ഹബ് എന്ന് പറഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കിയതുപോലെ ഇമാം അഹമ്മദ് ബിൻ ഷാഫി തങ്ങളുടെ കാലഘട്ടത്തിലോ അല്ലെങ്കിൽ അബൂ ഹനീഫ ഇമാമിൻ്റെയോ അല്ലെങ്കിൽ ഇമാം മാലിക്കിൻ്റെയോ അഹമ്മദ് ബിൻ ഹംബൽ തങ്ങളുടെ അതിൻ്റെ ശേഷമുള്ളവർ അവരെ കാലക്കാരാവുന്ന മുജ്തഹിദീങ്ങളാവുന്ന മുസ്തഖിൽ മുജ്തഹിദീങ്ങളുടെ കാലഘട്ടത്തിൽ തുടങ്ങിയതല്ല ഈ മദ്ഹബ് എന്ന് പറഞ്ഞത്. അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ശേഷം തന്നെ മദ്ഹബ് ഇവിടെ രൂപപ്പെട്ടിരുന്നു. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു എനിക്ക് മദ്ഹബ് ഉണ്ടായിരുന്നു. മദ്ഹബ് എന്ന് പറഞ്ഞാൽ എന്താ?
വിശുദ്ധ ഖുർആനിലും തിരുസുന്നത്തിലും വ്യക്തമായി പറയപ്പെടാത്തത്, അയിമ്മത്തിൻ്റെ ഏകകണ്ഠമായ അഭിപ്രായം ഇല്ലാത്ത കാര്യങ്ങൾ, ആ കാര്യങ്ങൾ ഖുർആനിൽ നിന്നോ സുന്നത്തിൽ നിന്നോ മനസ്സിലാക്കപ്പെടാൻ പറ്റും. പക്ഷെ എല്ലാവർക്കും മനസ്സിലാക്കാൻ കഴിയൂല. അത് മനസ്സിലാക്കാൻ കഴിയുന്നതായ ആളുകൾക്ക് അത് മനസ്സിലാക്കാൻ കഴിയുള്ളൂ. അതാണ് അഹ്ലു ദിക്ർ എന്ന് വിശുദ്ധ ഖുർആനിൽ അവരെ പറ്റി വിശേഷിപ്പിച്ചത്. ഫസ്അലു അഹ്ല ദിക്ർ എന്ന് പറഞ്ഞു. അങ്ങനത്തെ മുജ്തഹിദുകളാവുന്ന അയിമ്മത്ത്, ആ അയിമ്മത്തിനോട് ചോദിച്ചുകൊണ്ടിട്ടാണ് അങ്ങനത്തെ സംഗതികൾ മനസ്സിലാക്കേണ്ടത്. സഹാബത്ത് മുഴുവനും മുജ്തഹിദുകളല്ലായിരുന്നു. ഇസ്തിഖ്ലാൽ നിലക്കുള്ള മുജ്തഹിദിന് ഇജ്തിഹാദിന് കഴിവുള്ളത് സഹാബത്തിന്റെ കൂട്ടത്തിൽ എല്ലാവർക്കും ഇല്ലായിരുന്നു. അബൂബക്കർ റളിയല്ലാഹു അൻഹു അതേ ഒരു മുജ്തഹിദായിരുന്നു. ഉമർ ബിൻ ഖത്താബ് മുജ്തഹിദായിരുന്നു. ഉസ്മാൻ ബിൻ അഫ്ഫാൻ, അലി റളിയല്ലാഹു അൻഹു ഇവരൊക്കെ മുജ്തഹിദുകളായിരുന്നു. ഇവരല്ലാത്ത പലരും സഹാബത്തിന്റെ കൂട്ടത്തിൽ മുജ്തഹിദുകളുണ്ടായിരുന്നു. അബ്ദുല്ലാഹി ബിൻ ഉമർ മുജ്തഹിദായിരുന്നു. അബ്ദുല്ലാഹി ബിൻ മസ്ഊദ് തങ്ങൾ മുജ്തഹിദായിരുന്നു. അബ്ദുല്ലാഹി ബിൻ അബ്ബാസ് തങ്ങൾ മുജ്തഹിദായിരുന്നു. അങ്ങനെ പലരും ഉണ്ടായിരുന്നു സഹാബത്തിന്റെ കൂട്ടത്തിൽ മുജ്തഹിദീങ്ങൾ. അപ്പൊ സഹാബത്തിൽ ഇജ്തിഹാദിന് കഴിയില്ലാത്ത ആളുകൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ശേഷം വിശുദ്ധ ഖുർആനിലോ തിരുസുന്നത്തിലോ വ്യക്തമായി പറയപ്പെടാത്തത് അത് അബൂബക്കർ റളിയല്ലാഹു അൻഹു പറഞ്ഞ അഭിപ്രായമായിരിക്കും. അത് ആ ഖുർആനിയാവുന്ന അല്ലെങ്കിൽ ആ ഹദീസോ അതിൻ്റെ അടിസ്ഥാനത്തിൽ അബൂബക്കർ റളിയല്ലാഹു അൻഹു പറഞ്ഞതായിരിക്കും അവർ സ്വീകരിക്കാം. ചിലർ ഉമർ ബിൻ ഖത്താബ് പറഞ്ഞതാണ് സ്വീകരിച്ചത്, ചിലത് ഉസ്മാൻ ബിൻ അഫ്ഫാൻ തങ്ങൾ പറഞ്ഞതായിരിക്കും, ചിലത് അലി റളിയല്ലാഹു തആല അൻഹു പറഞ്ഞതായിരിക്കും സ്വീകരിച്ചിട്ടുണ്ടാവുക. ചിലർ അബ്ദുല്ലാഹി ബിൻ ഉമർ തങ്ങളെ വയ്യാലെ കൂടി, ചിലർ അബ്ദുല്ലാഹി ബിൻ അബ്ബാസ് തങ്ങളെ വയ്യ. അപ്പം മദ്ഹബ് എന്ന് പറഞ്ഞത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ശേഷം തന്നെ സഹാബത്തിൽ മുജ്തഹിദീകളാവുന്ന അയിമ്മത്തുണ്ടായിരുന്നു, അവരെ പിന്തുടർത്തുന്ന മുഖല്ലിദീകളാവുന്ന സഹാബത്തുണ്ടായിരുന്നു. അപ്പം ഈ മദ്ഹബ് എന്നുള്ളത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വഫാത്തിന് ശേഷം മഹാന്മാരാവുന്ന സഹാബത്തിൽ തന്നെ നിലനിന്ന് പോന്നിരുന്ന ഒന്നാണ്. അപ്പം ഉമർ ബിൻ ഖത്താബിനൊക്കെ അങ്ങനെ രണ്ട് ഈരടികൾ ചെല്ലി കുഴപ്പമില്ല എന്നുള്ള മദ്ഹബിനെ ഇന്ന് ബഹുമാനപ്പെട്ടവർ അത് പറ്റൂല, അത് കറാഹത്താണെന്ന് പറഞ്ഞാൽ മദ്ഹബുണ്ട്. മഹാനാവുന്ന ഇമാം ഷാഫി തങ്ങളെ മദ്ഹബ് പോലെ തന്നെ. അപ്പം അങ്ങനെ അഭിപ്രായ വ്യത്യാസങ്ങൾ, മദ്ഹബുകൾ, ഇതൊക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലഘട്ടത്തിലുള്ളതാണ്. അത് റസൂലുള്ളാ അതിലേക്ക്, വിശുദ്ധ ഖുർആൻ അതിലേക്ക് വിരൽ ചൂണ്ടിയിട്ടുണ്ട്. ഫസ്അലു അഹ്ല ദിക്ർ. അപ്പോൾ വിവരമുള്ളവരെന്ന് പറഞ്ഞാൽ ഏതെങ്കിലും കാണുന്ന ആളുകളോട് പോയി ചോദിക്കാന്നല്ല ആ പറഞ്ഞതിൻ്റെ അർത്ഥം. വിശുദ്ധ ഖുർആനിലോ തിരുസുന്നത്തിലോ വ്യക്തമായി പറയപ്പെടാത്തത്, വ്യംഗ്യമായോ സൂചനയായോ പറയപ്പെട്ടത്, അല്ലെങ്കിൽ പല നിലക്കുള്ള അഭിപ്രായങ്ങൾക്കും സാധ്യത ഉള്ളത്, ഇത് നിങ്ങൾ സ്വന്തം മനസ്സിലാക്കേണ്ടതല്ല. ഇത് അതിനെപ്പറ്റി പഠിച്ച മഹാന്മാരാവുന്ന അയിമ്മത്ത് മുജ്തഹിദീങ്ങൾ അവരോട് ചോദിച്ചുകൊണ്ട് അത് നിങ്ങൾ മനസ്സിലാക്കണം എന്ന് പറഞ്ഞാൽ അവരോട് നിങ്ങൾ പിൻപറ്റണം ആ വിഷയത്തിൽ. ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം അവരെ പിൻപറ്റൽ മാത്രമേ അതിന് വഴിയുള്ളൂ. കാരണം ഖുർആനെയോ അല്ലെങ്കിൽ റസൂലുള്ളാഹിന്റെ ഹദീസിനെയൊക്കെ സ്വയം വ്യാഖ്യാനിക്കാൻ പറ്റിയതല്ല. അത് വ്യാഖ്യാനിക്കാൻ അർഹതയുള്ളവർ വ്യാഖ്യാനിക്കണം, അല്ലെങ്കിൽ വ്യാഖ്യാനിക്കാൻ അതിനു വേണ്ടി നിർദ്ദേശിക്കപ്പെട്ടതായ മാനദണ്ഡങ്ങൾ എന്തൊക്കെയാണോ ആ മാനദണ്ഡങ്ങൾ മുഴുവനും ഉൾക്കൊണ്ടുകൊണ്ട് അതിന് പറ്റിയ ആളുകളാണ് വ്യാഖ്യാനിക്കേണ്ടത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലേക്ക് വിശുദ്ധ ഖുർആൻ അവതരിപ്പിച്ചത് ലിതുബയ്യിന ലിന്നാസ്, നബിയെ തങ്ങളാണ് വ്യാഖ്യാനിച്ചു കൊടുക്കേണ്ടത് എന്ന് പറഞ്ഞാൽ ഒന്നിരിക്കൽ അതിൻ്റെ വ്യാഖ്യാനം നബിയെ തങ്ങൾ പറഞ്ഞു കൊടുക്കണം. അതല്ലെങ്കിൽ പിന്നീട് വരുന്ന മുജ്തഹിദീങ്ങളാവുന്ന അയിമ്മത്തിലേക്ക്, മഹാന്മാരാകുന്ന മശായിഖന്മാർ, അതിനെ വ്യാഖ്യാനിക്കാൻ ആവശ്യമാവുന്ന മാനദണ്ഡങ്ങൾ നബിയെ തങ്ങൾ പറഞ്ഞു കൊടുക്കണം. അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വ്യാഖ്യാനമോ അല്ലെങ്കിൽ നബി നിർദ്ദേശിക്കുന്നതായ മാനദണ്ഡങ്ങളിൽ ഉറച്ചു നിന്നും കൊണ്ടിട്ട് അതിൻ്റെ ഉള്ളിൽ നിന്നും കൊണ്ട് മാത്രമേ വിശുദ്ധ ഖുർആനെ വ്യാഖ്യാനിക്കാൻ സാധിക്കുള്ളൂ. ഹദീസിൻ്റെ സ്വഭാവം അങ്ങനെ തന്നെയാണ്. എല്ലാ ഹദീസുകളിലും ചിലപ്പോൾ ചില സംഗതികൾ വ്യക്തമായി പറയപ്പെട്ടിട്ടുണ്ടാവില്ല. ആ വ്യക്തമായി പറയപ്പെടാത്തത് അത് വ്യംഗ്യമായിട്ടോ അല്ലെങ്കിൽ മറ്റു നിലക്കോ അതിൽ എന്തുണ്ടാവും, അല്ലെങ്കിൽ പല അഭിപ്രായങ്ങൾ തോന്നിപ്പിക്കുന്നതായിരിക്കും. അതിന് ഏത് അഭിപ്രായത്തിനെയാണ് അതിൽ നിന്ന് പ്രബലമാക്കേണ്ടത് എന്നുള്ളത് അതിലേക്ക് ചില മാനദണ്ഡങ്ങളുണ്ട്. ആ മാനദണ്ഡങ്ങളനുസരിച്ച് അതിനെ പ്രബലമാക്കാൻ പറ്റിയ ആളുകൾ പറഞ്ഞു തന്നതനുസരിച്ചേ നിങ്ങൾ നീങ്ങാൻ പാടുള്ളൂ. അതാണ് മദ്ഹബ് സ്വീകരിക്കാതെ പറഞ്ഞത്. അപ്പം നമ്മൾ ഇമാം ഷാഫിൻ്റെ മദ്ഹബ് സ്വീകരിച്ചു എന്ന് പറഞ്ഞാൽ
എല്ലാ വിഷയത്തിലും ഇമാം ഷാഫി ഖുർആനിൽ നസ്സായി പറഞ്ഞത് ഇമാം ഷാഫീൻ്റെ വയ്യാലെ പോണില്ലല്ലോ നമ്മൾ. ഹദീസിൽ നസ്സായി പറഞ്ഞത് ഇമാം ഷാഫീൻ്റെ പിന്നാലെ പോണില്ലല്ലോ. സംസ്കാരം 5 വക്താന്നുള്ളത്. ഇപ്പം ഇമാം ഷാഫീൻ്റെ മദ്ഹബ് സ്വീകരിക്കണുണ്ടല്ലോ. അത് അയിമ്മത്തിൻ്റെ ഇജ്മാണ്. ഖുർആൻ 5ആണെന്നുള്ളത്, നിസ്കാരം 5ആണെന്നുള്ളത്, നിസ്കാരം 5 വക്തുണ്ട് എന്നുള്ളത് അയിമ്മത്തിൻ്റെ ഇജ്മാണ്. ഖുർആൻ കൊണ്ടും ഹദീസ് കൊണ്ടൊക്കെ തെളിയിക്കപ്പെട്ടതുമാണ്. അപ്പോൾ അയിമ്മത്തിൻ്റെ ഇജ്മാഅോ ഖുർആനിലോ ഹദീസിലോ വ്യക്തമായി പറയപ്പെട്ട സ്ഥലങ്ങളിലൊന്നും മഹാന്മാരാവുന്ന അയിമ്മത്തിനെ സ്വീകരിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ സ്വീകരിക്കാതെ പറഞ്ഞാൽ എന്താ? അത് അന്നെനിക്ക് പറയപ്പെടാത്തതിൽ അത് അർഹത ഉള്ളതായ ഒരു ഇമാം, ഒരു പണ്ഡിതൻ, അതാണ് മുജ്തഹിദാവുന്ന മുസ്തഖിൽ മുജ്തഹിദാവുന്ന ആളുകൾ, അവരെ സ്വീകരിക്കാൻ വേണം. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കറിയാം ഇവിടെ ഒരുപാട് ഇഖ്തിലാഫാത്തുകൾ പിന്നീട് ഉണ്ടായിത്തീരും. അങ്ങനെയുള്ള വരാൻ പോണ കാര്യങ്ങളെപ്പറ്റി അറിയുന്ന ആളാണ് റസൂലുള്ളാഹി. നുബുവത്ത് എന്ന് പറഞ്ഞാൽ അതാണ്. ഒരാൾക്ക് അള്ളാഹു നുബുവത്ത് നൽകപ്പെടുക എന്ന് പറഞ്ഞാൽ കഴിഞ്ഞു പോയതും വരാൻ പോകുന്നതുമായ എല്ലാ സംഗതികളെ സംബന്ധിച്ചും അതിനെ മനസ്സിലാക്കാനുള്ളതായ പ്രത്യേകമാവുന്ന ഒരു ഇലാഹിയാവുന്ന ഒരു ഖുവ്വത്തിനെ അള്ളാഹു നൽകിയിട്ടുണ്ട്. അപ്പോൾ ആ ഖുവ്വത്ത് ഉപയോഗിച്ചുകൊണ്ട്, ആ മാധ്യമം ഉപയോഗിച്ചുകൊണ്ട് ഇപ്പോൾ ഒരു ഭൂമിയിൽ വന്നു നിന്നാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് പറയാൻ കഴിയും. പറയണമെന്ന് ഉദ്ദേശിച്ചാൽ ഈ ഭൂമിയിൽ എന്തൊക്കെ ഉണ്ടാവും എന്നുള്ളത്. ഖിയാമത്ത് നാൾ വരെ ഈ ഭൂമിയിൽ ഉണ്ടാവുന്ന സർവ്വ തത്തപുറാത്തുകളെ പറ്റി റസൂലുള്ളാഹിക്ക് പറയാൻ കഴിയും. അതെങ്ങനെ പറയാം? അത് മനസ്സിലാക്കേണ്ട അതിൻ്റെ മാധ്യമം ഉപയോഗിച്ച് മനസ്സിലാക്കാമെന്നാ. അള്ളാഹ് അറിയണത് പോലെ അറിയാമെന്നല്ല. നമ്മൾ മറിഞ്ഞ കാര്യം ഒരാൾ അറിഞ്ഞുകൊണ്ട് പോകാൻ അള്ളയാവൂല. മറിഞ്ഞ കാര്യം അറിഞ്ഞവനല്ല അള്ളാഹ് എന്ന് പറഞ്ഞാൽ. അള്ളാഹ് എന്ന് പറഞ്ഞാൽ മറിഞ്ഞ കാര്യം അറിയുന്നവനാ. അപ്പം മറഞ്ഞ കാര്യം അള്ളാഹ്ക്കും അറിയാം, അള്ളാഹുവിൻ്റെ അമ്പിയാക്കന്മാർക്കറിയാം, അള്ളാഹുവിൻ്റെ ഔലിയാക്കന്മാർക്കറിയാം, മറ്റു ചിലർക്കും അറിയാം. പക്ഷേ അറിയുന്നതിൽ ചില വ്യത്യാസങ്ങളുണ്ടാവാം. അള്ളാഹുവിൻ്റെ അമ്പിയ അത് അറിയണത് അവർ ഇലാഹിയാവുന്ന അതിൻ്റെ മാധ്യമങ്ങൾ ഉപയോഗിച്ചിട്ടാണ്. അള്ളാഹുവിൻ്റെ ഔലിയാ അറിയണതും ഇലാഹിയായ മാധ്യമങ്ങൾ ഉപയോഗിക്കും. അപ്പം അലി റളിയല്ലാഹു അൻഹു ആ കൂഫയിൽ കൂടി നടന്നു പോകുമ്പോൾ മൂപ്പര് പറഞ്ഞു എന്ന് പറഞ്ഞു, ഇതാ ഈ സ്ഥലത്താണ് റസൂലുള്ളാഹിന്റെ കുടുംബത്തിൽപ്പെട്ടതായ ചെറുപ്പക്കാരെ കൊല ചെയ്യപ്പെടുക. അത് ആ കർബല യുദ്ധമൊക്കെ ഉണ്ടാകുന്നതിന് മുമ്പല്ലേ മൂപ്പര് പറഞ്ഞു. ആ ഭൂമിയിലേക്ക് ചൂണ്ടി പറഞ്ഞു, ഓഹുനാക്ക മഖ്തലുഹും, അവരെ കൊല ചെയ്യപ്പെടുന്ന സ്ഥലം അതായിരിക്കും. മറ്റൊരു സ്ഥലത്തിലേക്ക് ചൂണ്ടി പറഞ്ഞു, ഇവിടെയാണ് അവരെ ഖബറുകളൊക്കെ ഉണ്ടാവുക. ആ സ്ഥലത്തല്ലേ അവരെ ഖബറുകൾ ഉണ്ടായത്, ആ സ്ഥലത്തല്ലേ അവരെ കൊല ചെയ്യപ്പെട്ടത്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ റസൂലുള്ളാഹിന്റെ ബീവിമാരോട് പറഞ്ഞു, ഔഹബ് എന്ന് പറഞ്ഞ സ്ഥലത്തുള്ളതായ പട്ടികൾ നിങ്ങളിൽ നിന്ന് ആരുടെ മേലിലാണ് കുരക്കപ്പെടുക എന്ന് നിങ്ങൾക്കറിയോ എന്ന് ചോദിച്ചു. അപ്പൊ ആ ഔഹബ് എന്ന് പറഞ്ഞ സ്ഥലത്തിൽ കൂടി ഈ ആയിഷ റളിയല്ലാഹു തആല അൻഹ യുദ്ധത്തിന് വേണ്ടി അവർ യുദ്ധത്തിന് നേതൃത്വം കൊടുത്തു എന്നൊക്കെ പറഞ്ഞല്ലോ. അവർ പോകുമ്പോൾ അവിടെ വെച്ചുകൊണ്ട് പട്ടി വരച്ചു, അവിടുത്തെ പട്ടികൾ വരച്ചു. അപ്പോഴാണ് ആയിഷ റളിയല്ലാഹു തആല അൻഹ ബോധവതിയാവുന്നത്. റസൂലുള്ളാഹി പറഞ്ഞിട്ടുണ്ടല്ലോ, അപ്പം ഞാൻ ഈ സ്ഥലത്ത് കൂടി പോകുന്നു, ഇവിടുത്തെ പട്ടികൾ കുരക്കുന്നൊക്കെ. അപ്പോൾ ആ വരാൻ പോണ സംഗതികൾ കഴിഞ്ഞു പോയതൊക്കെ ഒരു ഭൂമിയിലേക്ക് നോക്കിയാൽ ആ ഭൂമിയിൽ കഴിഞ്ഞു പോയ കാര്യങ്ങളെപ്പറ്റി മനസ്സിലാക്കേണ്ട ചില ശാസ്ത്രീയ വശങ്ങൾ ഉപയോഗിച്ച് ചിലർ പറയുന്നുണ്ടല്ലോ. ഇപ്പോൾ ഈ ഭൂമിയിലുണ്ടായ സംഭവങ്ങൾ അത് ശാസ്ത്ര സാങ്കേതികമാവുന്ന അതിൻ്റെ വിദ്യകളും അതിൻ്റെ ടെക്നോളജിയൊക്കെ ഉപയോഗിച്ച് പറയാൻ കഴിയും. ഒരു മരം, ഈ മരത്തിലേക്ക് എത്ര വർഷത്തെ പഴക്കമുണ്ടെന്ന് അതിൻ്റെ ചില ടെക്നോളജി ഉപയോഗിച്ച് ഒരുത്തം വന്ന് പറഞ്ഞാൽ അവൻ അള്ളയാണെന്ന് നമ്മൾ പറയുമോ? അല്ല, നമ്മൾ പറയില്ല, മുജാഹിദീങ്ങൾ പറയുകയാറോ. കാരണം അള്ളാഹ്ക്കല്ലേ ഇപ്പോൾ അതൊക്കെ അറിയുള്ളൂ എന്നുള്ള വിശ്വാസമാണ്. അപ്പം ഈ പുതിയ ടെക്നോളജി ആയാലും ഇലാഹിയായ ടെക്നോളജി ആണെങ്കിൽ ഇപ്പോഴും അലി ഉമർ ബിൻ ഖത്താബ് തങ്ങൾ സൗദ ബീവി റളിയല്ലാഹു തആല എന്നെ പുറത്തിറങ്ങിയപ്പോൾ സൗദ ബീവിനെ കണ്ടു. അപ്പം സൗദ ബീവിൻ്റെ ആ രൂപം കണ്ടപ്പോൾ തന്നെ മനസ്സിലായി ഇത് സൗദ ബീവിയാണെന്ന്. കത് അറഫിനാക്കിയ സൗദ എന്ന് പറഞ്ഞു. സൗദേ, നിങ്ങൾ സൗദയാണെന്ന് നമുക്ക് മനസ്സിലായി. എന്താ കാരണം? അതും ഇമാം ബുഖാരി തങ്ങൾ പറഞ്ഞു, വക്കാനത്ത് ഇംറാഅത്തുൻ തവീലത്തൻ, സൗദ വലിയ നിങ്ങളുള്ള ബീവിയായും. വക്കാന റആഹ ഖബറൽ ഹിജാബ്, ഹിജാബിൻ്റെ ആയത്ത് ഞാനിപ്പോൾ അതിൻ്റെ വിശദീകരണത്തിൽ കിടക്കല്ല, അത് 3 ഘട്ടകമായിട്ടാണ്. ആ ഹിജാബിൻ്റെ മുമ്പായിട്ട് സൗദനെ കാണാറുണ്ടായിരുന്നു. അങ്ങനെ ഹിജാബ് മറിഞ്ഞിക്കണമെന്ന് പറഞ്ഞതിന് മുമ്പ് ആരും കാണാലോ, അങ്ങനെ കാണാറുണ്ടായിരുന്നു.
അതോടൊപ്പം ഈ സൗദ വലിയ നീളമുള്ള ബീവി ആയതുകൊണ്ട് നീളമുള്ള ബീവി മുപ്പത്തിയേര് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇവരൊക്കെ പുതച്ച് പിടിച്ച് വന്നാൽ തന്നെ ഇത് സൗദയാണെന്ന് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു. വക്കത് അറഫിനാക്കി ആ സൗദ എന്ന് പറഞ്ഞ് മഹാനാവുന്ന ഉമർ ബിൻ ഖത്താബ് റസൂലുള്ളാഹിന്റെ ഹദ്റത്തിലേക്ക് ചെന്നിട്ട് പറഞ്ഞു, യഹ്തജിബി നിസാഅക്, നബിയെ തങ്ങൾ ഭാര്യമാരോടൊക്കെ പുറത്തേക്ക് ഇറങ്ങിയതെന്ന് പറയണമെന്ന്. ഇത് പറയാനുള്ള കാരണം ഇമാം ബുഖാരി തങ്ങൾ രേഖപ്പെടുത്തുന്നത് എന്താ, റജാ അൻ യൻസില അൽ ഹിജാബ് എന്നാണ്. ആ ഹിജാബ് ഇറങ്ങണമെന്ന് ഉദ്ദേശിച്ചിട്ട്. എന്താ ആ ഹിജാബ് എന്ന് പറഞ്ഞാൽ, ഉമർ ബിൻ ഖത്താബിന്റെ ആ മുഖദ്ദസത്തായ കണ്ണുകൊണ്ടിട്ട് മൂപ്പർ ലൗഹുൽ മഹ്ഫൂദിലേക്ക് നോക്കിയപ്പോൾ ഈ ആയത്ത് ബഹുമാനപ്പെട്ടവർ കണ്ടു. ഇത് ഇറങ്ങാൻ പോണ ഹിജാബിന്റെ ആയത്തിലെ മൂപ്പർ കണ്ടുകൊടുത്തു. അപ്പം മൂപ്പർക്ക് വലിയ ആഗ്രഹമായി ആ ഹിജാബ് ഇറങ്ങണം. അപ്പം ആ ലൗഹുൽ മഹ്ഫൂദിലുള്ള ആയത്ത് നോക്കി കാണാൻ പറ്റുന്നതായ കണ്ണായിരുന്നു മഹാനാവുന്ന ഉമർ ബിൻ ഖത്താബിന്റെ കണ്ണ്. അങ്ങനെയാണ് മൂപ്പരത് കണ്ടത്. അപ്പം മനുഷ്യനിലുള്ളതായ അവയവങ്ങളെ ഇലാഹിയായ നിലയ്ക്ക് വികസിപ്പിച്ചെടുത്താൽ ആ അവയവങ്ങൾ ഉപയോഗിച്ചുകൊണ്ടിട്ടും അവനിൽ അല്ലാഹു നൽകിയതായ വിശുദ്ധമായ ഈമാനിനെ വികസിപ്പിച്ചെടുത്താൽ ആ ഈമാൻ ഉപയോഗിച്ചുകൊണ്ടിട്ടും മറഞ്ഞ കാര്യങ്ങൾ കാണാനും കേൾക്കാനൊക്കെ കഴിയും. ലോകത്തുള്ള ആരോടും സംസാരിക്കാൻ കഴിയും. ആരോടും എപ്പോഴും സംസാരിച്ചുകൊണ്ട് അത് അള്ളയാണെന്ന് വരില്ല. അള്ളാഹുവിൻ്റെ സംസാരം പോലെയോ അള്ളാഹു കാണുന്നത് പോലെയോ ഒന്നല്ല മനുഷ്യരെ ആര് കാണുന്നതും അള്ളാഹിൻ്റെ റസൂൽ കാണുന്നതും ആ നിൽക്കാണെന്ന് നമ്മൾ വിശ്വസിക്കണില്ലല്ലോ. അള്ളാഹു സുബ്ഹാനഹു വ തആലാന്റെ കാണലിനിക്കോ അള്ളാഹുവിൻ്റെ കാഴ്ചക്കോ അള്ളാഹു അതിലേക്ക് ഏതെങ്കിലും നിലക്ക് നമ്മൾ ഉപയോഗപ്പെടുത്തുന്നത് പോലുള്ളതായ മാധ്യമങ്ങളിലേക്ക് അതിക്ക് ആവശ്യമില്ല എന്നാണ് നമ്മളെ വിശ്വാസം. അതാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല മുഖാലിഫുൽ ഹവാദിസ് എന്നൊക്കെ പറഞ്ഞില്ലേ. സർവ്വവസ്തുക്കളോടും എല്ലാ നിലക്കുള്ളതായ വിപരീതമുള്ളവനാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല. അപ്പം അള്ളാഹു കാതുപയോഗിച്ചല്ല കാണുന്നത്, അള്ളാഹു കാതുപയോഗിച്ചല്ല കേൾക്കുന്നത്, കണ്ണുപയോഗിച്ചല്ല അള്ളാഹു കാണുന്നത്. നേരെ മറിച്ച് അള്ളാഹുവിൻ്റെ അമ്പിയാക്കന്മാർ കാണുന്നതും അള്ളാഹുവിൻ്റെ ഔലിയാക്കന്മാർ കാണുന്നതും ശാസ്ത്ര സാങ്കേതിക യന്ത്രങ്ങൾ ഉപയോഗിച്ചിട്ട് കാണുന്നതും ഇതൊക്കെ അതിൻ്റെ ഭൗതികമാവുന്നതായ അതിൻ്റെ ഉപകരണങ്ങൾ, ആ ഉപകരണങ്ങൾ ചിലർ ഭൗതികമായി വികസിപ്പിച്ചെടുത്തിട്ടുണ്ടാവും, ചിലർ അതിനെ ആത്മീയമായി വികസിപ്പിച്ചെടുക്കും. ഇതാണ് വ്യത്യാസം. ഇതിൽപ്പെട്ട് അത്ഭുതമുള്ളത്, ഉമർ റളിയല്ലാഹു അൻഹു അത് രഹാമത്തിലുള്ള പട്ടാള സൈന്യനെ കണ്ടു, അവരോട് നിർദ്ദേശം കൊടുത്തു. കിലോമീറ്ററുകൾക്ക് അകലെയാണ്, 1000 ചില്ലാനം മൈലുകൾക്ക് അപ്പുറത്താണ്. ഈ സംസാരം അവിടെ കേട്ടു. നമുക്കിപ്പോൾ അത് അത്ഭുതം ഉണ്ടോ? വയറുള്ള ഫോണോ വയറില്ലാത്ത ഫോണോ ഉണ്ടെങ്കിൽ റേഞ്ചും മറ്റേ ഈ സിമ്മും ഒക്കെ ഉണ്ടെങ്കിൽ കേൾക്കേണ്ടവരെ നമുക്ക് കേൾപ്പിക്കാൻ കഴിയുമല്ലോ. ഈ ഒരു പണി തന്നെയാണ് ഉമർ ബിൻ ഖത്താബും ചെയ്തത്. അത് സാധാരണ നമ്മൾ ഉപയോഗിക്കുന്നതായ വയറുള്ള ഫോണോ വയറില്ലാത്ത ഫോണൊന്നുമല്ല, അത് വേറൊരു നിലക്കുള്ളതായ ഒരു മാധ്യമമാണ് അവർ ഉപയോഗിച്ചത്. അത്ര ഉള്ളത്. ആ മാധ്യമം ഉപയോഗിച്ചപ്പോൾ അമേരിക്കയിൽ നടക്കുന്ന സംഭവങ്ങൾ ഇപ്പം നമ്മൾ ടെലിവിഷനിൽ കൂടി നമുക്ക് കാണാൻ കഴിയും, അല്ലാതെ നമ്മൾക്ക് കാണാൻ കഴിയും. നമ്മൾക്ക് കാണണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ മാധ്യമം നമ്മളെ കൈവശം വേണ്ടി വരും. ഈ മാധ്യമം ഉപയോഗിക്കാതെ, ഈ ഭൗതിക മാധ്യമം ഉപയോഗിക്കാതെ മഹാന്മാരാവുന്ന അള്ളാഹുവിൻ്റെ ഔലിയാ കാണുകയും കേൾക്കുകയൊക്കെ ചെയ്യും. അപ്പോൾ ഇത് വിശ്വസിക്കാനുള്ളതായ ഈ നിലക്ക് ഇതിനെ വിശ്വസിക്കാൻ ഇവർക്ക് കഴിയണില്ല. അപ്പം മോശമാവുന്നതായ നിലക്ക് വലിയ സംഗതിയല്ലേ അള്ളാഹിനെ പോലെ നമ്മൾ മറ്റുള്ളവരെ ആക്കിയെന്ന് പറഞ്ഞാൽ. മൊയ്തീൻ ശൈഖ് അള്ളാഹ് പറയണത് ഇലായബൽ വൈബ ഇല്ല അള്ളാഹെന്നല്ലേ, മറിഞ്ഞതിനെ അള്ളല്ലാതെ ആരോ അറിയില്ല. പിന്നെ എങ്ങനെയാ അമ്പിയാക്കന്മാരറിയാം, ഉലിയാക്കന്മാരറിയാം, മറ്റോരും അറിയാമെന്നൊക്കെ ചോദിച്ചാൽ ആ പറഞ്ഞതിൻ്റെ അർത്ഥം അല്ലാഹു സുബ്ഹാനഹു വ തആല മറഞ്ഞ കാര്യങ്ങളെ അറിയുന്നത് പോലെ മറഞ്ഞ കാര്യങ്ങളെ അതിനൊക്കെയുള്ളതായ ഭൗതികമോ അല്ലെങ്കിൽ അഭൗതികവുമാവുന്ന അതിൻ്റെ മാധ്യമങ്ങൾ ഉപയോഗിക്കാതെ ഒരാൾക്കും, അത് അമ്പിയാക്കന്മാരാവട്ടെ അള്ളാഹുവിൻ്റെ ഔലിയാക്കന്മാരാവട്ടെ സാധാരണക്കാരാവട്ടെ ശാസ്ത്രജ്ഞന്മാരാവട്ടെ അവർക്കൊന്നും സാധ്യമല്ല. പിന്നെ മറഞ്ഞതും കഴിഞ്ഞതുമായ പല സംഗതികളെയും പലർക്കും അമ്പിയാക്കന്മാർക്ക്, പക്ഷേ അമ്പിയാക്കന്മാരും ശാസ്ത്രജ്ഞന്മാരും ആ സംഗതിയെ സംബന്ധിച്ച് വിലയിരുത്തിയാൽ അത് തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് ചോദിച്ചാൽ, ഉള്ള യാഥാർത്ഥ്യം എങ്ങനെയാണെന്ന് ഇലാഹിയായ മാധ്യമങ്ങൾ ഉപയോഗിച്ച് മനസ്സിലാക്കിയിട്ടായിരിക്കും അമ്പിയാക്കന്മാർ പറയുന്നത്. ആ പറഞ്ഞതിലേക്ക് ഒരു നിലക്കും തെറ്റുപറ്റൂല. അങ്ങനെയാണ് അവരുപയോഗിച്ച അതിൻ്റെ മാധ്യമം വളരെ സത്യസന്ധമായ ഒരു നിലക്കും തെറ്റുപറ്റാത്ത മാധ്യമങ്ങളാണ് അമ്പിയാക്കന്മാർ ഉപയോഗിച്ചിട്ടുള്ളത്.
അപ്പം അതെനിക്ക് തെറ്റുപറ്റൂല. അള്ളാഹുവിൻ്റെ ഔലിയാക്കന്മാർ ഉപയോഗിക്കുന്നത് അങ്ങനത്തെ മാധ്യമമാണ്. ആ മാധ്യമം ഉപയോഗിച്ചുകൊണ്ട് പറഞ്ഞാൽ അത് തെറ്റുപറ്റൂല എന്നുള്ള അർത്ഥം. ഇപ്പം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കാലാവസ്ഥയെ പറ്റി നിരീക്ഷിക്കാറുണ്ട്, പറയാറുണ്ട്. ഇതാ അൻഷാത്ത് ബഹരിയത്തുൽ ഫതശാമഅത്ത് ഫതിൽകായിൻ റദിഖാണ്. ബഹറിൽ നിന്ന് കാറ്റ് വരിക, അത് ഷാമിൻ്റെ ഭാഗത്തിലേക്ക് വരിക, എന്നാൽ നല്ല സമൃദ്ധിയായ മഴ ഉണ്ടാവും. അത് റസൂലുള്ളാഹി അങ്ങനെ പറഞ്ഞതുപോലെ ബഹറിൽ നിന്ന് കാറ്റടിച്ച് വീശി ഷാമിൻ്റെ ഭാഗത്തേക്ക് വന്നാൽ അങ്ങനെ മഴ വർഷിക്കാറുണ്ടായിരുന്നു. അത് എപ്പോഴും ആ നിലക്ക് വന്നാൽ മഴ വർഷിക്കും. അത് മഴ വർഷിക്കാനും വർഷിക്കാതിരിക്കാനും സാധ്യത ഉണ്ട് എന്നല്ല, വർഷിക്കുക തന്നെ ചെയ്യും. ഇപ്പൊ തബൂക്ക് യുദ്ധത്തിൻ്റെ റസൂല് പറഞ്ഞു, യഖ്റുജന്ന അഹദ്, ഒരാളും പുറത്തു പോകരുത്. എന്താ കാരണം പറഞ്ഞത്? തഹുബുല്ലൈല തരീഹുൻ ശദീദത്തുന്ന്, ശക്തിയായ കാറ്റടിച്ച് വീശുന്നതാണ്. അതുകൊണ്ട് വലിയ കുല്ലുൻ ബഈറഹു, ഓരോരുത്തരും ഒട്ടകത്തിനെ ശക്തമായ നിലക്ക് കെട്ടിയിടട്ടെ, ആരും പുറത്തു പോകണ്ടെന്ന് പറഞ്ഞു. ഒരാൾക്ക് തോന്നി എന്താ പുറത്തു പോയാൽ, അയാൾ പുറത്തു പോയി. ഫൽഖത്തുഹു രീഹു അലാ ജബലി തൊയ്യിൻ, കാറ്റ് അയാളെ കൊണ്ടുപോയി തൊയ്യ് പർവ്വതത്തുമ്പോൾ കൊണ്ടുപോയി എറിഞ്ഞൂന്നാണ്. നമ്മളെ കാലാവസ്ഥ നിരീക്ഷകർ പറഞ്ഞില്ലേ ഇന്ന് ശക്തിയായ കാറ്റടിച്ചു, അന്ന് അത്ര ഡിഗ്രിക്ക് അടിക്കണുണ്ട, അടിക്കും ചെയ്യുക, അടിക്കാതിരിക്കും ചെയ്യാം. കാരണം അവരതിന് ഉപയോഗിച്ചതായ മാധ്യമം അത് തെറ്റുപറ്റയുടെ മാധ്യമമാണ്. തെറ്റും തെറ്റ് പറ്റാതിരിക്കാം. അവർ പറഞ്ഞതും ശരി തന്നെയാണ്. കാരണം അവർ പറഞ്ഞതനുസരിച്ച് ചിലപ്പോൾ കാറ്റടിക്കും, ചിലപ്പോൾ കാറ്റടിക്കൂല. അള്ളാഹുവിൻ്റെ റസൂല് കാറ്റടിക്കും എന്ന് പറഞ്ഞാൽ കാറ്റടിക്കുക തന്നെ ചെയ്യും. എന്താ അത് എപ്പോഴൊക്കെ എങ്ങനെയൊക്കെ കാറ്റടിക്കും എന്നുള്ളത് അത് രേഖപ്പെടുത്തപ്പെട്ടതാണ്. അത് ലോഹിൽ അതിൻ്റെ രേഖ ഉണ്ട്. ആ രേഖ നോക്കി മനസ്സിലാക്കാൻ അള്ളാഹുവിൻ്റെ അമ്പിയാവിന് കഴിയും, അള്ളാഹുവിൻ്റെ ഔലിയാവിന് കഴിയും എന്നാണ് നമ്മൾ വിശ്വസിക്കേണ്ടത്. അത് വെറുതെ വിശ്വസിക്കല്ല. ഞാൻ പറഞ്ഞല്ലോ, വിശുദ്ധമായ പരമ്പരയിൽ കൂടി ഈ ദീനിനെ മനസ്സിലാക്കാൻ ചില നിബന്ധനകൾ, ചില മാനദണ്ഡങ്ങൾ അള്ളാഹും റസൂലും പറഞ്ഞു തന്നിട്ടുണ്ട്. അതാണ് മുഹാജിർ അംസാർ അല്ലദീന, മുഹാജിറുകളെ അംസാറുകളെ പറ്റി വിശേഷിപ്പിച്ചിട്ട് അവരെ പറ്റി പറയുന്നത് റളിയല്ലാഹു അൻഹും വറളു അൻഹു, അള്ളാഹുവിനെ തൊട്ട് അവരും മുഹാജിരീന വൽ അൻസാർ വല്ലദീന തബഉഹും ബിഇഹ്സാൻ റളിയല്ലാഹു അൻഹു. അവ മുഹാജിർ അംസാറുകൾ അള്ളാഹു അവരെ തൊട്ട് തൃപ്തിപ്പെട്ടു, അള്ളാഹു അവരെ തൊട്ട് തൃപ്തിപ്പെട്ടു. അങ്ങനത്തെ ആളുകൾ, അവരോട് പിൻപറ്റപ്പെടേണ്ട രൂപത്തിൽ പിൻപറ്റിയ ആളുകളും അവരെ സംബന്ധിച്ച് പ്രത്യേകം പറയാൻ കാരണം എന്താ? അവരെയാണ് നിങ്ങൾ മാതൃകയാക്കേണ്ടത്. അതാണ് വിശുദ്ധമായ പാരമ്പര്യം. ഈ ദീന് ചില കാലം 3 നൂറ്റാണ്ട് 4 നൂറ്റാണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നല്ല നൂറ്റാണ്ടായി പ്രഖ്യാപിച്ചു. അതിന് വേണ്ടിയാ ആ നല്ല നൂറ്റാണ്ടിലുള്ള അയിമ്മത്ത് മശായിഖന്മാർ പറഞ്ഞതാണ് നിങ്ങൾ സ്വീകരിക്കേണ്ടത് എന്നുള്ള അർത്ഥം. അതുകൊണ്ട് അവരെ നല്ല നൂറ്റാണ്ടായി പ്രഖ്യാപിച്ചത്. അതുകൊണ്ടല്ലേ ഇമാം മാലിക് തങ്ങൾ മൂപ്പര മദ്ഹബിലുള്ള അധികരിച്ച മസലകൾക്കും ലക്ഷ്യം പറഞ്ഞത് എന്തുണ്ടാ? ഖുർആനിൽ അങ്ങനെ ഉണ്ട്, ഹദീസിൽ അങ്ങനെ ഉണ്ട് എന്നല്ല. എന്നാൽ ഇവർ പറഞ്ഞ മാലിക്കാണെന്ന് അങ്ങനെയല്ല ഇമാം മാലിക് തങ്ങൾ പറയേണ്ടത്. ഇമാം മാലിക് തങ്ങൾ അങ്ങനെയല്ല പറഞ്ഞത്. ആ കഥ റഅയ്തു അഹ്ലൽ മദീനത്തി യഫ്അലൂൻ. ആരാ ഇമാം മാലിക് തങ്ങൾ? ലാ യുസ്തഫ്ത അഹദുൻ വ മാലികുൻ ഫിൽ മദീന എന്ന. ഇമാം മാലിക് തങ്ങൾ മദീനയിലുണ്ടെങ്കിൽ വേറെ ആരോടും ഫത്വ ചോദിക്കാൻ പാടില്ല എന്നാണ്. അത്ര വലിയ പണ്ഡിതനാണ്. അതിൻ്റെ പിന്നിൽ പ്രത്യേക ഒരു സംഭവമുണ്ട്. ഞാനിപ്പോൾ ആ സംഭവത്തിലേക്ക് കടക്കല്ല, മുസ്തഫ അസ്രഫിയുടെ പ്രസംഗിക്കാണ്ട്. അപ്പൊ അങ്ങനത്തെ ഇമാം മാലിക് തങ്ങൾ മൂപ്പര മദ്ഹബിൽ അടിസ്ഥാനമാക്കി പറഞ്ഞത് എന്താ? ആ കഥ റഅയ്തു അഹ്ലൽ മദീനത്തി യഫ്അലൂൻ. മദീനത്തുള്ള മശായിഖന്മാർ അയിമ്മത്തൊക്കെ അങ്ങനെയാണ് ചെയ്തിരുന്നത്. കാരണം ആ കാലഘട്ടം ഇമാം മാലിക് തങ്ങൾ ജീവിച്ച ആ കാലഘട്ടം ഖൈറുൽ ഖുറൂൻ എന്ന് റസൂൽ വിശേഷിപ്പിക്കപ്പെട്ട കാലഘട്ടത്തിൽപ്പെട്ടതാണ്. അപ്പം അതിൻ്റെ അർത്ഥം ആ നല്ല കാലഘട്ടത്തിൽ ഞാൻ നിങ്ങളോട് വിശേഷിപ്പിക്കപ്പെട്ട ആ കാലഘട്ടത്തിലുള്ളതായ ആളുകൾ. അതുകൊണ്ടാണ് വിശുദ്ധ ഖുർആനിൽ തന്നെ വളരെ വ്യക്തമായി പറയാൻ കാരണം ഒമൻ യത്തബിയ ഗൈറ സബീലിൽ മുഅ്മിനീൻ, ആ മുഅ്മിനീങ്ങൾ, ആ നല്ല നമ്മൾ മാതൃകയാക്കപ്പെടാൻ പറ്റണ, പിൻപറ്റപ്പെടാൻ പറ്റണതായ ഒരു കൂട്ടം ആളുകളെ വിവരിച്ചു തന്നിട്ടുണ്ട്. അവരെ വഴിയല്ലാത്ത വഴിയിലേക്ക് പിൻപറ്റാൻ പാടില്ല. അത് പിൻപറ്റി പോയാൽ ഒമയത്തബിയ ഗൈറ സബീലിൽ മുഅ്മിനീൻ നുവല്ലിഹി മാ തവല്ല വനുസ്ലിഹി ജഹന്നം വസഅത് മസീറ. പിന്നെ അവൻ്റെ പോക്ക് അത് നരകത്തിലേക്കായിരിക്കും എന്ന് പറഞ്ഞു. അതാണ് വിശുദ്ധമായ പാരമ്പര്യത്തിൽ കൂടിയാവണം ദീനിനെ മനസ്സിലാക്കേണ്ടത്. അതിന് ഖുർആനും ഹദീസും തള്ളുക എന്നല്ല ഈ പറഞ്ഞർത്ഥം. തറക്തു ഫീക്കും അംറൈനി കിതാബല്ലാഹി വസുന്നത റസൂലില്ല. അള്ളാഹിൻ്റെ റസൂലിൻ്റെ സുന്നത്തും കിതാബും തന്നെയാണ് നമ്മളെ മാനദണ്ഡം.
പക്ഷേ ആ കിതാബും അതിൻ്റെ സുന്നത്തിനെയും റസൂലുള്ളാഹിൻ്റെ സുന്നത്തെയും നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ പറയപ്പെട്ട സ്വഭാവത്തിലുള്ള ആളുകൾ അതിനെ വ്യാഖ്യാനിച്ച് തന്നതനുസരിച്ചും അവർ നമ്മളിലേക്ക് കൈമാറ്റം ചെയ്തു തന്നതായ ഈ പാരമ്പര്യം അനുസരിച്ചുമാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതല്ലാത്തതൊക്കെ തള്ളപ്പെടേണ്ടതാണ്. അപ്പം ഏതെങ്കിലും ഒരു സംഗതിയെ സംബന്ധിച്ച് രക്ഷയുണ്ടോ എന്ന് ചോദിച്ചുകൊണ്ട് നടക്കാൻ തുടങ്ങിയാൽ അപ്പം മനസ്സിലാക്കിക്കോ ഇവൻ്റെ തലയിൽ വിദഗ്ധ എന്തോ ഒന്ന് കയറിയിട്ടുണ്ടെന്ന്. രക്ഷയുണ്ടോ എന്ന് ചോദിച്ചുകൊണ്ട് നമുക്ക് പേടിയുണ്ടായിട്ടല്ല, എല്ലാത്തിനും ലക്ഷ്യമുണ്ടോ. സുന്നികൾ ചെയ്യണ ഓരോ ചെറിയ സംഗതികൾക്ക് വരെ ലക്ഷ്യമുണ്ട്. ലക്ഷ്യമില്ലാത്തത് കൊണ്ടല്ല. ഇപ്പം നമ്മൾ പറഞ്ഞിട്ടുണ്ടല്ലോ, നിങ്ങളവിടെയൊക്കെ പള്ളിയിലുണ്ടാവും ഒരു പതിവ്, നമ്മളൊരു ആചാരമാണ്, നല്ല ദിവസങ്ങളിൽ പള്ളിയിലേക്ക് ഒരു ചേരി കൊടുത്തേക്കാം. ഇതിന് ലക്ഷ്യമുണ്ടാന്ന് വെച്ചാൽ ലക്ഷ്യമുണ്ട്. അത് മൊല്ലാന്മാരും മൂല്യന്മാരും അവരെ വിശപ്പടക്കാൻ വേണ്ടി ഉണ്ടാക്കിയ ഒരു പരിപാടിയല്ലത്. റസൂലുള്ളാഹിന്റെ കാലത്ത് ആ സ്വഭാവം ഉണ്ടായിരുന്നു. ഇമാം ബുഖാരി റിവായത്ത് ചെയ്ത ഹദീസിൽ കാണാം, കാനത്ത് ഫീനായും പ്രാത്തൂൻ, ഞങ്ങളുടെ കൂട്ടത്തിലൊരു പപ്പർന്നോളുണ്ടായിരുന്നു. അവളെ പണി എന്താ, അവളെ ഈത്തപ്പനത്തോട്ടത്തിലേക്ക് ആ വെള്ളം പോണ ചാലിൻ്റെ 2 ഭാഗത്തും കൊണ്ടുപോയിട്ട് ചീരപ്പുല്ല് വാരിയുള്ള ഒരു പുല്ല് തട്ടുപിടിപ്പിക്കും. എന്നാൽ വെള്ളിയാഴ്ച ദിവസമായാലും ഈ പപ്പർന്നോളം ഇറങ്ങി അതിന് കുറച്ച് പുല്ലൊക്കെ ആ ചെടികൾ കുറച്ച് എടുത്തു കൊടുന്ന് അത് അരിഞ്ഞ് ഒരു പാത്രത്തിലാക്കി കുറച്ച് പഞ്ചാരിയും ചേർത്ത് കുറച്ച് മാംസം ചേർത്ത് കുറച്ച് പൊടി ചേർത്ത് ഒരു പലഹാരം ഉണ്ടാവും. എന്നിട്ട് ഈ കുടുക്ക തലയിലും വെച്ചുകൊണ്ട് രാവിലെ തന്നെ ഈ പമ്പർന്നോൾ വന്നിട്ട് പള്ളിയിൽ വന്നിട്ട് ആ പള്ളിൻ്റെ മുറ്റത്തുള്ള ഒരു മൂലയിലൂടെ പോയിരിക്കും. നമ്മളെ നിൽക്കാൻ വരുമെന്നല്ല പറയേണ്ടത്. ആ പെണ്ണുങ്ങൾ ജുമായ്ക്ക് വരേണ്ട പതിവൊന്നുമില്ലായിരുന്നു. ആ പള്ളീൻ്റെ മുറ്റത്ത് വന്ന് മൂലക്ക് ഇരിക്കുന്നതാണ്. സഹാബത്തൊക്കെ എന്ത് ചെയ്യുന്ന നിൽക്കാരം കഴിഞ്ഞാൽ സഹാബത്ത് പറഞ്ഞ കുന്നാൻ അത്തമന്നായി ഉബൽ ജുമ, ഞങ്ങൾക്കൊക്കെ വലിയ ആവേശമായിരുന്നു. ജുമാ വിസ ആയാൽ വേണ്ടില്ല, ജുമാ വിസ ആയാൽ വേണ്ടില്ല. അത് ജുമാ വിസ ആയാൽ വേണ്ടില്ല എന്ന് പറഞ്ഞാൽ ഇബാദത്ത് ചെയ്യാൻ വേണ്ടിയല്ല, ഇബാദത്ത് ചെയ്യുന്നുണ്ട്, ആ ആഗ്രഹം പോലെ എടുത്തിട്ടുണ്ട്. വേറൊരു സംഗതി പഠിപ്പിച്ചു തരാണ്. കുന്നാൻ അത്തമന്നായി ഉബൽ ജുമ ലി തൊആമിഹാ, ഈ പമ്പർന്നോട് കൊണ്ടുവരുന്ന ചെറിയൊരു ഭക്ഷണമുണ്ട്, ഇതൊന്ന് ചാപ്പിടാൻ പറ്റുമല്ലോ എന്നുള്ള നിലക്ക് ഞങ്ങൾക്ക് ജുമാ ദിവസമായാൽ വേണ്ടില്ല എന്ന് വലിയൊരു ആഗ്രഹമുണ്ട്. എന്നാൽ ജുമാ കഴിഞ്ഞ പാട് ഞങ്ങളൊക്കെ ചെന്ന് ഈ പമ്പർന്നോൾക്ക് കുന്നാൻ ഉസല്ലിമു അലിഹ, അങ്ങനെയല്ലേ ചാപ്പാട് കാണുന്നിടത്ത് നമ്മളൊക്കെ സലാം പറയുമല്ലോ, അങ്ങനെ ചെന്ന് മുപ്പത്തിയേര് സലാം പറയുന്നു. അപ്പം മുപ്പത്തിയേര് ഈ പാത്രം ഇങ്ങനെ വെച്ചു കൊടുത്തു. അപ്പം അതിനൊന്ന് തൊട്ട് താമക്കാനുണ്ടാവുള്ളൂ, ചമ്മന്തി താമക്കാനുമായിരിക്കുന്ന സഹാബത്ത് പറയണത്. എന്നാൽ റസൂലുള്ളാഹിക്ക് ഈ പമ്പർന്നോട് പറഞ്ഞു വിടുന്ന പെണ്ണയച്ച് ഏതായാലും ഈ ആഴ്ച അവിടെ കൊടുത്തു, അടുത്ത ആഴ്ച ഈ പണിക്ക് നിൽക്കരുത്. കാരണം ഇങ്ങനെ കൊടുത്താൽ എൻ്റെ ഉമ്മത്തുകളിൽ മുജിത്തൈദീങ്ങൾ എന്ന് പറഞ്ഞൊരു കൂട്ടർ വരും. അവർ പിന്നെ തീന്ന് മനസ്സിലാക്കും എല്ലാ പുണ്യമായ ദിവസങ്ങളിലൊക്കെ പള്ളിയിലേക്ക് ചാപ്പാട് കൊണ്ടുപോകുക എന്നുള്ളൊരു നല്ല സംഗതിയാണ് പലഹാരം ഉണ്ടാക്കൽ. എന്നിട്ട് എല്ലാ പള്ളിയിലും പുണ്യമായ വെള്ളിയാഴ്ച രാവ് കൊണ്ടുവരും, റജബ് 27 കൊണ്ടുവരും, റമദാൻ 27 കൊണ്ടുവരും. അങ്ങനെ ബറാത്ത് രാവിനൊക്കെ പള്ളിയിലേക്ക് ഒരു ചാപ്പാട് പലഹാരം ഉണ്ടാക്കി കൊണ്ടുപോകണ ഒരു വേണ്ടാത്തൊരു പതിവുണ്ടാവും. അത് പതിവുണ്ടാക്കാൻ പറ്റുന്നുള്ളത് ഇതിൽ നിന്ന് മുജിത്തൈദീങ്ങളാവുന്ന അയിമത്ത് മനസ്സിലാക്കും. അതുകൊണ്ട് ഇനി മേലിൽ അടുത്ത വെള്ളിയാഴ്ച ഈ പെണ്ണ ഈ പലഹാരമായിട്ട് കണ്ട് വന്നാൽ ഇനി അവിടുന്ന് അടിച്ചോടിക്കുന്നല്ലേ റസൂൽ പറയേണ്ടത്. സഹാബത്ത് പറഞ്ഞെന്താ കുന്നാന തമന്ന യൗമൽ ജുമുഅ എന്ന്. അപ്പം അവളെ നിരോധിച്ചിട്ടില്ല. ആ ബീവി ചാപ്പാടായിട്ട് എല്ലാ വെള്ളിയാഴ്ചയും വരികയാണ്. അപ്പം നമ്മൾ സുന്നികൾ ഇതാണ് മഹാനാവുന്ന ശേഖന പറഞ്ഞത്. നമ്മൾ ചെയ്യണതായ ഏത് സംഗതികളും മഹാന്മാർ മുമ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നതൊക്കെ ശരിയായ ലക്ഷ്യത്തിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും. അതിൻ്റെ ലക്ഷ്യം ചിലപ്പോൾ നമ്മൾ കണ്ടുപിടിച്ചാൽ നമുക്ക് കണ്ടുപിടിച്ചോളണം. നമ്മൾ ലക്ഷ്യം കണ്ടുപിടിക്കണ്ട. കാരണം മഹത്തായ പാരമ്പര്യത്തിൽ കൂടി ലഭിക്കപ്പെട്ടതാണ്. ഒരു ചോലും ഉണ്ടാവില്ല ഇവിടെ. ഈ മുജാഹിദീങ്ങൾ പറഞ്ഞ് പേടിപ്പിച്ചമായിരിക്കും, നിങ്ങൾ പേടിക്കണ്ട. മനസ്സിലായില്ലേ? ഓനൊക്കെ എല്ലാം ഖുർആൻ ഹദീസ് എന്ന് പറഞ്ഞ് നടന്നാൽ നേരെ ചെന്ന് ചിലപ്പോൾ ഈ ഗൂഗിളിൽ നോക്കി സ്ഥലം കണ്ടുപിടിച്ചിട്ടായിരിക്കാം. ചിലപ്പോൾ വല്ല കുണ്ടിച്ചെന്ന് ചാടും, ചിലപ്പോൾ വല്ല ഞാൻ തന്നെ ഒരു യാത്രയിൽ ഒരു സ്ഥലത്ത് ബ്ലോക്കായപ്പോൾ വേറെ സ്ഥലത്ത് കൂടി പോയി ചെന്ന് നോക്കുമ്പോൾ വലിയൊരു കോറിക്കാണ് ചെന്നത്. പിന്നെ അവിടുന്ന് അങ്ങോട്ട് ആ കോറിയിൽ കൂടി ലോറി പോകണ ഒരു ചെറിയ വയ്യോളും കാറായിട്ട് പോകാൻ പറ്റാത്ത അത് ചെന്ന് കൊടുക്കുകയാണ്. അപ്പം ഈ ഇതുപോലുള്ളതായ പുതിയ ഇങ്ങനത്തെ സംഗതികളൊക്കെ ഇവരെ ഓരോരോ വർത്തമാനം കേട്ടിട്ട് ദീൻ നമ്മൾ മനസ്സിലാക്കാൻ തന്നാൽ ഇങ്ങനത്തെ പടലിലായിരിക്കും പോയിപ്പെടുക. അപ്പം നമ്മൾ ചെയ്യുന്നതിനൊക്കെ ലക്ഷ്യം നമ്മൾ കണ്ടിട്ടില്ലെങ്കിലും മഹാന്മാരാവുന്ന വിശുദ്ധമായ പരമ്പരയിൽ കൂടി ലഭിക്കപ്പെട്ടതാണെങ്കിൽ അതിക്കൊക്കെ ലക്ഷ്യം ഉണ്ടാവും. അതിൻ്റെ എതിരുള്ള ലക്ഷ്യം നമ്മൾ കണ്ടുപിടിച്ചാൽ നമ്മൾ കണ്ടതുപോലെ തന്നെ അവരും കണ്ടിട്ടുണ്ട്. അതിൻ്റെ അർത്ഥം മഹാന്മാർ മനസ്സിലാക്കിയിട്ടുണ്ട്, അതിന് മറുപടി അവർ പറഞ്ഞിട്ടുണ്ട്. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പം നമ്മൾ അവരെ മുൻഗാമികളെക്കാൾ ഒരിക്കലും വലിയവരല്ല നമ്മളെന്നുള്ളത് ആദ്യം മനസ്സിലാക്കണം. ആ നിലക്ക് മുൻഗാമികളിൽ നിന്നിട്ട് വിശുദ്ധമാവുന്ന ഈ പരമ്പരയിൽ കൂടി ലഭിക്കപ്പെട്ടതാണ് ഒരു സുന്നത്തി വൽ ജമാഅത്ത് എന്നുള്ളത്. ആ സുന്നത്തി ജമാഅത്തിൻ്റെ ആശയത്തിന്
ഒരു നിലക്കും വെള്ളം ചേർക്കാൻ ഒരാൾ നമ്മൾ അനുവദിക്കൂല. അതാണ് സമസ്ത കേരള ജമീയത്തുൽ ഉലമയുടെ മുദ്രാവാക്യം. അതിനു വേണ്ടിയാണ് സമസ്ത കേരള ജമീയത്തുൽ ഉലമയുടെ ഇപ്പോൾ ചിലർ പറഞ്ഞിട്ടുണ്ട് സുന്നിയായാലും വേണ്ടിയ മുജാഹിദുകാരെ എല്ലാവരും കൂടി പിടിച്ച് അങ്ങനെ മുജാഹിദികളൊക്കെ സുന്നിയാക്കാൻ നടക്കാന്ന്. നമ്മൾ വില വയ്യാലാടുന്നുള്ളതും ഇവിടെ സുന്നിയാവൂല. അവർക്ക് ഇതായത്ത് കൊടുത്താലേ അവർ സുന്നിയാവും. അപ്പോൾ ആ പണിക്കൊന്നും നിൽക്കണ്ട. മഹാന്മാർ ഇവിടെ അതൊക്കെ അങ്ങനെ ആക്കാൻ പറ്റുമെങ്കിൽ അവരന്ന് ശ്രമിക്കും. അപ്പം ഇവരൊന്നും സുന്നിയാക്കാൻ പറ്റൂല. ഇവരൊക്കെ നടന്നു പോണ ആ രൂപത്തിൽ കൂടി അവർ നടന്നു പോട്ടെ. നമ്മൾ നടന്നു പോകണം. ഇവരുമായി നമ്മൾ എന്താ ദീനിയാവുന്ന ഈ ഒരു കൂടിക്കലറിലുണ്ടായി തീർന്നാൽ അത് നമ്മളുടെ ആശയങ്ങൾക്കും നമ്മളുടെ അഖീദക്കും നമ്മുടെ പ്രവർത്തനങ്ങൾക്കൊക്കെ ബാധിക്കും. ഒരു മുജാഹിദിൻ്റെ ഒപ്പം നിസ്കാരത്തിൻ്റെ ശേഷം ദ്വാരക്കണ്ടെന്ന് പറഞ്ഞാൽ അപ്പം നമുക്കും തോന്നും അവൻ പറഞ്ഞ സുന്നത്തല്ലോ. സംഗതി സുന്നത്താണോ അല്ലെങ്കിൽ ശരയ്യാവുന്ന ആദാബുകളാണോ എന്നുള്ളതല്ല. അത് മഹാന്മാർ ഇവിടെ ചെയ്തു പോകുന്നതൊക്കെ അതേ നിനക്ക് ചെയ്തു പോരാ. പിന്നെ കൈ എവിടെ കെട്ടുക എന്നുള്ളത് അത് കെട്ടലിനിക്ക് അത് എവിടെ അതിൽ ഞാൻ പറഞ്ഞല്ലോ ഇങ്ങനെ പല നിലക്കുള്ള ഹദീസുകൾ ഉണ്ടായപ്പോൾ മഹാനാവുന്ന ഇമാം ഷാഫീനാണ് നമ്മൾ തഖ്ലീദ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇമാം ഷാഫി പറഞ്ഞോളന്ന് തന്നെ കെട്ടണം. അതല്ലെങ്കിൽ വേറെ ഇമാമിങ്ങളെ തഖ്ലീദ് ചെയ്യണം. ഇവന്മാരെ വൈത്തല പോകാൻ പറ്റൂല എന്നുള്ള അർത്ഥം. അതുപോലെ തന്നെ ഖുതുബ എന്നുള്ളതും അങ്ങനെ തന്നെ. ഖുതുബ എന്നുള്ളത് നമ്മളോടൊക്കെ പറയുമ്പോൾ നമുക്ക് തോന്നും അത് മനുഷ്യന് മനസ്സിലാകേണ്ട ഭാഷയിലാവണ്ടേ. മനസ്സിലാകുന്ന ഭാഷയിലാവണം എന്നല്ല പറഞ്ഞത്. ഒയിസ്തർത്ത് കൗനുഹ അറബിയത്തിന് അറബി ആവണം എന്നാണ് പറഞ്ഞത്. ആ ഖുതുബ മുഴുവനെന്നാണ് അറബി ആവണം എന്നാണ്. ഞാൻ അതല്ല അതിൻ്റെ ഫർദ് മാത്രം എന്ന് വെക്കാം. എന്നാൽ ഫർദ് അല്ലാത്തത് വല്ലതും ഉണ്ടെങ്കിൽ ഇനി ഉണ്ട്, എന്നാൽ അത് അറബി അല്ലാത്ത ഭാഷയിലാവണം എന്നല്ല. ആ ഫർദ് അല്ലാത്തത് തന്നെ ചെയ്യേണ്ട ആവശ്യമില്ല എന്നാ പറഞ്ഞില്ല. സന്തൂനമായതാ എന്ന് പറഞ്ഞാൽ അതല്ലാത്തത് ചെയ്യേണ്ട ആവശ്യം തന്നെ ഇല്ല. ആ ഫർദ് മാത്രം ചെയ്താൽ മതി. ഖുതുബ സയ്യാവല്ലിക്ക് എന്നാണ്. ഇനി അങ്ങനല്ല, ആ അറബി അല്ലാത്തത് എനിക്ക് വിരോധമില്ല, ഫർദ് അല്ലാത്തോടത്ത് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥത്തുള്ളൂ. അത് ഫസ്ല് തൊവീലാവാത്ത നിലക്ക് അറബി അല്ലാത്തതിനെ ഒരാൾ തവാബിയിൽ കൊണ്ടുവന്നാൽ ഖുതുബൻ്റെ സിഹത്തിൽ അത് എന്താവില്ല കേടുവരുത്തും. ഖുതുബ സഹിയാവുന്ന ഇനി കുഴപ്പമൊന്നുമില്ല. പക്ഷേ ആ ചെയ്ത പണി അത് ഹറാമാണ്. അത് വേറെ ലക്ഷ്യങ്ങളെ കൊണ്ട് തെളിയിക്കപ്പെട്ടതുമാണ്. അപ്പം അതുകൊണ്ട് ഈ വിഷയങ്ങളൊക്കെ നമ്മൾ ശരിക്കും മനസ്സിലാകണമെങ്കിൽ നമുക്ക് വേണം. ഈ പ്രസംഗം എന്നല്ലേ പറഞ്ഞിട്ടുണ്ട്. പ്രസംഗം എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും തിരിയണ പ്രസംഗം എന്നല്ല. ആ ഭാഷ അറിയണവർക്ക് അറിയണമെന്നേ അതിൻ്റെ അർത്ഥമുള്ളൂ. ഭാഷ അറിയുന്നവർക്ക് നമ്മൾ അറിയാത്തവർ എന്തായാൽ മതി, അതൊരു പ്രസംഗമാണെന്ന് മനസ്സിലാക്കിയാൽ മതി. അതിൽ തെതുക്കീറുണ്ട് എന്ന് മനസ്സിലാക്കിയാൽ മതി. എന്താ ഉപദേശങ്ങളൊക്കെ ഉണ്ട് എന്നുള്ളത് അത്ര മനസ്സിലാക്കിയാൽ മതി. അതാ നമ്മളെ ഖുതുബ ജുമാ സഹിയാവാൻ അത് മതി. അല്ലാതെ നമ്മളിപ്പോൾ അതിൻ്റെ ഓരോന്നിൻ്റെയും അർത്ഥങ്ങൾ മനസ്സിലാക്കാൻ നമുക്ക് തിരിഞ്ഞ ഭാഷയിൽ അത് പ്രധാനപ്പെട്ടതായ ഒരു ഇബാദത്തായതുകൊണ്ടുള്ള അതിന് ഒതു വേണം. കയറി നിൽക്കുന്ന ആൾക്ക് ചില അയാൾ അവിടുത്തെ മറക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അതിൽ ചില നിബന്ധനകൾ പറഞ്ഞല്ലോ. സാധാരണ പ്രസംഗത്തിന് അത് വേണോ? അപ്പം സാധാരണ പ്രസംഗം അല്ല എന്നുള്ളത് മനസ്സിലായല്ലോ. സാധാരണ പ്രസംഗത്തിനും ഭിന്നമായ ഒരു അതിന് പ്രസംഗം എന്ന് പറയാമെന്ന് ആ ഭാഷയിൽ പ്രസംഗം എന്ന് പറയാമെന്നുണ്ടെങ്കിലും അത് പ്രധാനപ്പെട്ട ഒരു ദിക്റാണത്. ആ ദിക്ർ ആയതുകൊണ്ടാണ് ഖുർആനും സുന്നത്തൊക്കെ അതിനെ ദിക്ർ കണ്ട സ്വലാത്ത് വേണമെന്ന് പറഞ്ഞു. എന്താ കാരണം? അത് അള്ളാഹിന്റെ പേര് പറയുന്ന ദിക്റാണത്. അപ്പം അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ പേരിലേക്കും ആവശ്യമായി ദിക്ർ എന്ന മഹാന്മാർ അതിനെ പറ്റി വിശേഷിപ്പിക്കുന്നത്. അപ്പം നമ്മൾ മനസ്സിലാക്കിയതുപോലെ പ്രസംഗമല്ല അത്. അപ്പം നമ്മളെ ആശയങ്ങളും ആദർശങ്ങളൊക്കെ വേണ്ടതുപോലെ അത് മഹാന്മാരാവുന്ന ഉസ്താദന്മാരിൽ നിന്ന് മനസ്സിലാക്കുക. മദ്രസകളിൽ ഉസ്താദന്മാരൊക്കെ കുട്ടികൾക്ക് നമ്മളെ ആശയങ്ങളെ ചെറിയ നിലക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാം. ഒരുത്ത മുജാഹിദായാലേ അവൻ മദ്രസ മുതൽ അപ്പോൾ ബഹുമാനപ്പെട്ട ആലുകുട്ടി ഉസ്താദിനെ പറ്റി വലിയ ദുആ ചെയ്യണമെന്നാണ് പറയണത്. അപ്പോൾ ഏതായാലും അത് അതായത് എന്നോട് നിർത്തണം എന്നല്ല വന്ന് പറഞ്ഞത്, മനസ്സിലായില്ലേ? അതിനാണ് ഞാനത് പറഞ്ഞത്. നിർത്തണം എന്ന് പറയുന്നതിന് മുമ്പ് ഞാൻ നിർത്താനായിക്കണ്, അത് വേറെ സംഗതി. പക്ഷെ അയാൾ എന്നോട് പറഞ്ഞത് ആലിക്കുട്ടി ഉസ്താദിൻ്റെ മേലിൽ ഇത് വാഴ ചെയ്യണം എന്നാണ് പറഞ്ഞത്. അപ്പം അതുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. നിർത്താൻ പറഞ്ഞിട്ട് നിർത്തുകയല്ല. മഹാനായ കണ്ണിത്ത് ഉസ്താദ് പറഞ്ഞ എനിക്ക് 60-ാം സമ്മേളനത്തിൽ 60-ാം വാർഷികത്തിൽ മൂപ്പരോട് നിർത്താൻ പറഞ്ഞു. അപ്പം മൂപ്പര് പറഞ്ഞു ഞാൻ നിർത്തുകയല്ല, ഞാൻ നേരം വെളുക്കോളം പ്രസംഗിക്കും, ഡബിൾ നിർത്താൻ പറഞ്ഞിട്ട് നിർത്തുകയാണെന്ന്. അപ്പം എന്നതുപോലെ എന്നോട് നിർത്താൻ പറഞ്ഞിട്ട് നിർത്തുകയല്ല, ഞാൻ ഏതായാലും നിർത്താനായിരിക്കണ്. പക്ഷേ എന്നോട് വന്ന് പറഞ്ഞത് ആലിക്കുട്ടി ഉസ്താദിൻ്റെ പേരിൽ വാഴ ചെയ്യണമെന്നാണ്. അൽ ഫാത്തിഹ.